നമസ്കാരം, ഞാൻ ഡോക്ടർ തസ്ലീന. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് പ്രമേഹ രോഗികൾക്ക് ഞാവൽപ്പഴം കഴിക്കാമോ, ഞാവൽപ്പഴത്തിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചും കൂടിയാണ്. ഞാവൽപ്പഴത്തിൽ കലോറിയും കൊഴുപ്പും കുറവാണ്. അവയിൽ മിതമായ അളവിൽ കാർബോഹൈഡ്രേറ്റുമുണ്ട്. ഫൈബർ ഉള്ളടക്കം താരതമ്യേന കുറവാണെങ്കിലും മൊത്തത്തിലുള്ള നാരുകളുടെ ഉപഭോഗത്തിന് ഇവ നൽകാവുന്നതാണ്. വിറ്റാമിൻ സിയുടെ നല്ല ഉറവിടം കൂടിയാണ് ഈ പഴം. ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങൾ: വൈറ്റമിൻ സി, പോളിഫിനോൾ തുടങ്ങിയ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഞാവൽപ്പഴത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് ഹാനികരമായ ഫ്രീ റാഡിക്കലുകൾ മൂലമുണ്ടാകുന്ന കേടുപാടുകളിൽ നിന്നും കോശങ്ങളെ സംരക്ഷിക്കാൻ സഹായിക്കുന്നു. ഞാവൽപ്പഴം പരമ്പരാഗതമായി ആയുർവേദത്തിൽ പ്രമേഹ വിരുദ്ധ ഗുണങ്ങൾക്കായി ഉപയോഗിക്കുന്നു. ഉയർന്ന ഫൈബർ ഉള്ളടക്കവും ആന്തോസയാനിൻ, എലാജിക് ആസിഡ് തുടങ്ങിയ സംയുക്തങ്ങളുടെ സാന്നിധ്യവും കാരണം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും ഇത് സഹായിക്കുന്നു. ചർമ്മം തിളങ്ങും, മലബന്ധം അകറ്റും, പ്രമേഹം നിയന്ത്രിക്കും. ഞാവൽപ്പഴം നിസ്സാരക്കാരനല്ല. ഇവയിൽ നാരുകൾ അടങ്ങിയിരിക്കുന്നതിനാൽ തന്നെ ആരോഗ്യകരമായ ദഹനത്തിന് സഹായിക്കുകയും മലബന്ധം അകറ്റാനും കഴിയും. ഇത് സ്ഥിരമായ മലവിസർജനം പ്രോത്സാഹിപ്പിക്കുന്നു. ഹൃദയാരോഗ്യത്തിന് ഇവയിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ, പ്രത്യേകിച്ച് പോളിഫിനോളുകളുടെ സാന്നിധ്യം ഹൃദയ സംബന്ധമായ അസുഖങ്ങളുടെ സാധ്യത കുറയ്ക്കുന്നതിലൂടെ ഹൃദയാരോഗ്യം നിലനിർത്തുന്നു. ഞാവൽപ്പഴത്തിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സി അൾട്രാവയലറ്റ് കിരണങ്ങൾ മലിനീകരണം തുടങ്ങിയ പാരിസ്ഥിതിക ഘടകങ്ങളാൽ ഉണ്ടാകുന്ന നാശങ്ങളിൽ നിന്നും ചർമ്മത്തെ സംരക്ഷിക്കുന്നു. പ്രമേഹ രോഗികൾക്ക് ഞാവൽപ്പഴം കഴിക്കാമോ? പ്രമേഹമുള്ള വ്യക്തികൾക്ക് ഞാവൽപ്പഴം കഴിക്കാം, എന്നാൽ അവ മിതമായും സമീകൃതാഹാരത്തിൻ്റെ ഭാഗമായും കഴിക്കണം. ഗർഭിണികളുടെ പോഷക ആവശ്യങ്ങളെ നിറവേറ്റുന്ന വിവിധ പോഷകങ്ങളുടെ നല്ല ഉറവിടമാണ് ഞാവൽ. ഇതിൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. ഇരുമ്പ് ആഗിരണം ചെയ്യാൻ സഹായിക്കുകയും പ്രതിരോധ സംവിധാനത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. ഇത് ചെറിയ അളവിൽ വൈറ്റമിൻ എ, കാൽഷ്യം, ഇരുമ്പ് എന്നിവ നൽകുന്നു. ഇത് ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ചയ്ക്കും അമ്മയുടെ മൊത്തത്തിനുള്ള ആരോഗ്യത്തിനും ആവശ്യമാണ്. ഈ പഴത്തിലെ ഡയറ്ററി ഫൈബർ ഉള്ളടക്കം ഗർഭകാലത്ത് ഏറ്റവും സാധാരണമായ പ്രശ്നമായ മലബന്ധം തടയാൻ സഹായിക്കുന്നു. ഞാവൽപ്പഴത്തിൻ്റെ ഉയർന്ന ജലാംശം ഇത് ഗർഭകാലത്ത് ശരീരത്തിൽ ജലാംശം നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു.